ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 3 ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇനി തുടങ്ങി നമുക്ക് പുഡിങ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓറഞ്ച് അത്യാവശ്യം വലിപ്പമുള്ള ഓറഞ്ചാണ്. അപ്പം നമുക്ക് ആദ്യം ഓറഞ്ചിൻ്റെ ഒരു കാര്യം ചെയ്യാനുള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം. അപ്പം അത് നടുവേ മുറിക്കൊന്നുമല്ല ചെയ്യുക. അതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കണ്ടോ, ഈ ഒരു കണ്ണ് ഉള്ളത് അങ്ങനെയാണ് പറയുക. അപ്പോൾ ആ കണ്ണുള്ള ഭാഗത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ. അതായത് ഒരു അടപ്പ് പോലെ നമുക്ക് മൂടി വയ്ക്കാൻ രീതിക്കാണ് ഞാനിതൊന്ന് മുറിച്ചെടുക്കുന്നത്, കണ്ടോ. അപ്പം ഇനി ചെയ്യാനുള്ളത് ഇതിനകത്തുള്ള ഓറഞ്ച് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്ത് എടുത്ത് മാറ്റാണ് ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് ഓറഞ്ച് ജ്യൂസ് ആയിട്ടോ ഒക്കെ നമുക്ക്, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തന്നെ പുഡിങ് വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയൊക്കെ എടുക്കാൻ പറ്റും. അത് ഓറഞ്ച് ജ്യൂസ് ആക്കിയിട്ട് കേട്ടോ. പക്ഷെ ഞാനിന്ന് ഈ ഒരു ഇതിനകത്തുള്ള പൾപ്പ്, അതായത് ഓറഞ്ച് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ തൊലി, ഈ ഒരു തൊണ്ട് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട് ഇതേപോലെ സ്കൂപ്പ് ചെയ്ത് ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ 2 ഓറഞ്ചും ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ അതിൻ്റെ ഒരു മൂടിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂടി വെക്കാനുള്ള ആ ഒരു ഭാഗം കൂടെ ഞാൻ അതിനകത്തെ ഓറഞ്ചും ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് ഒന്ന് എന്താ പറയുക, ഒന്നും അല്ലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിനകത്തൊന്നും ആ ഒരു ഓറഞ്ചിൻ്റെ ഉൾഭാഗമൊന്നുമില്ല. അപ്പോൾ ഇതൊരു മൂടിക പോലെ നല്ലൊരു കുടുക്ക പോലെയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ കാര്യത്തിന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 4 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒരുപോലെ വേണം. നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ്, അല്ലെങ്കിൽ ഏലക്ക പൊടിയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിനകത്തോട്ട് വീണ്ടും 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിപ്പോൾ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. പാലും കൂടെ ഒഴിച്ച് മിക്സിയിൽ ഒരു കറക്കം കൂടെ ഞാൻ കറക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തോട്ട്, ഒരു അരിപ്പയ്ക്കകത്തോട്ട് അരിച്ചൊഴിക്കണം. കാരണം ഇതിനകത്തുള്ള ആ ഒരു പത പോലെ നിൽക്കുന്നതൊന്നും നമുക്ക് വേണ്ട. ഈ ഒരു രീതിക്ക് ഇത് ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. ഇനിയപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ഗ്ലാസിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കതിങ്ങനെ കോരി ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങയുടെ ആ ഒരു തോടിനകത്തോട്ട് ഈ ഒരു മിക്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചിട്ടാണ് ഈ പുഡിങ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പം ആ ഓറഞ്ചിൻ്റെ അകത്ത് ഈ ആവിയിൽ ഇങ്ങനെ വേവിക്കുന്നത് കൊണ്ട് ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നമുക്ക് ഈ പുഡിങ്ങിന് കിട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇത് കാണാനും ഒരു ഭംഗിക്കാണല്ലോ, അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നമ്മുടെ മൂടിക വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ആവി വയ്ക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ച് ഇതിനകത്ത് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ആ നാരങ്ങ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനൊരു വയർ റാക്ക് ഇപ്പോൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വയർ റാക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു സ്റ്റീൽ പാത്രം, 2 സ്റ്റീൽ പാത്രം ഇതുപോലെ കമിഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ മറ്റൊരു കുഞ്ഞൊരു പാത്രം കൂടെ വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഓറഞ്ച് നല്ല ഒന്നും ചെരിയാതെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി മൂടി വെച്ച് ഈ വെള്ളം ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓറഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ആ വെള്ളമൊക്കെ ചൂടായി നന്നായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആ പുഡിങ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഓറഞ്ച് ഇതിനകത്തോട്ട് നമ്മളിതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടും ഇളകാതെയൊക്കെ നല്ല രീതിയിൽ അങ്ങ് ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 17 മിനിറ്റ് വരെയുള്ള സമയത്തിന് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. അത് പക്ഷേ എനിക്ക് 17 മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല. ഒരു എന്താ പറയുക, ഒരു 12 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കിവിടെ കറക്റ്റായിട്ട് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതാ മൂടി വയ്ക്കുക. എന്നിട്ട് ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 12 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ ഇതാ ഇവിടെ 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടൊക്കെ ആറട്ടെ. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടോ അല്ലെങ്കിൽ ആ ഒരു ചൂടാറുന്നത് വരെ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാൻ ഈ പുഡിങ് തന്നെ വേറൊരു രീതിയിലും കൂടെ സെറ്റ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തോട്ട് 1 കപ്പ് പഞ്ചസാര നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയം നമ്മുടെ പുഡിങ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ മിക്സ്ചർ തന്നെയാണിത്. അപ്പോൾ അത് ഈ ഓറഞ്ചിൻ്റെ ആ ഒരു കൂടിനകത്ത് അല്ലെങ്കിൽ ആ ഒരു തൊണ്ടിനകത്ത് ഒഴിക്കാതെ എങ്ങനെയാണ് ഈ ഇതുപോലത്തെ സാധാരണ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കുഞ്ഞ് സെറാമിക് പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അല്പം എണ്ണയോ അല്ലെങ്കിൽ ഒരു ബട്ടറോ നെയ്യോ എന്താണെങ്കിലും കുഴപ്പമില്ലെന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ അതവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു പഞ്ചസാര ഇങ്ങനെ ഇതുപോലെ ഉരുകി കഴിയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതാ പുഡിങ്ങിൻ്റെ ട്രെയിനകത്തോട്ടോ ബൗളിനകത്തോട്ടോ മാറ്റി ഒഴിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റായി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മുടെ ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒത്തിരി ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കരിഞ്ഞൊരു ടേസ്റ്റ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതൊന്ന് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഷുഗർ ഈ ഒരു പഞ്ചസാരൊക്കെ നന്നായി കട്ടിയാവും. ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ നല്ല കല്ല് പോലെ ആയി കിട്ടും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് പാലൊഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അതിന് മുൻപ് ഞാനത് മറന്നുപോയി ഇച്ചിരി പാലൊഴിച്ചായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതാ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് മൂടി വെക്കണം. അപ്പോൾ അത് ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് സ്റ്റാൻഡൊന്നും വെക്കുന്നില്ല. ഈ ഒരു ഞാൻ ഒഴിച്ചിരിക്കുന്ന പാത്രത്തിന് അത്യാവശ്യം ചൂടൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം തിളച്ചൊരു സമയത്ത് ഈ ഒരു 2 പാത്രങ്ങൾ ഇതിനോട്ടോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇനി ഇതന്നെ വേണം എന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീമറിനകത്തും വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ നമ്മൾ ഒന്ന് മീഡിയം ടു ലോ അല്ലെങ്കിൽ ലോ ടു മീഡിയം എന്നുള്ള ആ ഒരു കണക്കിൽ മാറ്റി മറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആവിയിലൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ആവട്ടെ. അപ്പോൾ ആ നേരം നമുക്ക് ആ ഒരു നമ്മുടെ കണ്ടോ ഈ ഒരു ഓറഞ്ചിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ ഒരു ഓറഞ്ച് മൊത്തം തന്നെ കൊടുക്കുക. എന്നിട്ട് അവരാ മൂടിക തുറന്ന് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ അങ്ങ് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കും ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഇതൊരു വെറൈറ്റിയും കൂടിയാണ്. എപ്പോഴും നമ്മളൊരു സാധാരണ രീതിയിൽ പുഡിങ്ങൊക്കെ കൊടുത്ത് മടുത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് വെറൈറ്റി ആണോ ഉള്ളതെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇതുപോലെ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 12 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു കിച്ചൺ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടൊക്കെ ആറട്ടെ. എന്നിട്ട് നമുക്കിത് തിരിച്ചൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിടാം. അപ്പോൾ ഇതാ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു പുഡിങ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് അകത്തി അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടാണെങ്കിലും അകത്തിയിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് മറിച്ചിടാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ പുഡിങ് ഇവിടെ റെഡിയാണ്. വീട്ടിലുള്ള പാല്, മുട്ട, പഞ്ചസാര ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.